വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തിരുവനന്തപുരത്ത്. വൈകിട്ട് തലസ്ഥാനത്തെത്തുന്ന മോദി രാത്രി രാജ്ഭവനിൽ തങ്ങും. നാളെ ചടങ്ങിന് മുൻപായി തുറമുഖം സന്ദർശിക്കും. തലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ സുരക്ഷയിലാണ് ഇപ്പോൾ തലസ്ഥാനമുള്ളത്. നമുക്ക് കാണാം, റോഡുകളുടെ ഇരുവശവും ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? കാർത്തിക, രാജ്യത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തുറമുഖം കൂടിയായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് ഇവിടേക്ക് എത്തുന്നത്. നാളെയാണ് ഉദ്ഘാടന ചടങ്ങുകളുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം തിരുവനന്തപുരത്തെത്തും. പ്രധാനമായും അദ്ദേഹം എത്തുന്നത് ഇന്ന് രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ കവടിയാർ കൊട്ടാരത്തിന് സമീപമുള്ള ഹെലിപ്പാഡിൽ ഇറങ്ങും. തുടർന്ന് രാജ്ഭവനിലാണ് ഇന്ന് വൈകിട്ട് അദ്ദേഹം ഉണ്ടാവുക. രാജ്ഭവനിൽ രാത്രി ഗവർണർക്കൊപ്പം അത്താഴത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഇവിടെ തങ്ങുക. തുടർന്ന് നാളെ രാവിലെ സൈന്യത്തിന്റെ തന്നെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നും എത്തിക്കുന്ന സൈന്യത്തിന്റെ ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. വിഴിഞ്ഞത്തെത്തിയ ശേഷം ആദ്യം അദ്ദേഹം 11 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം 9:30 10 മണിയോടുകൂടി ഇവിടെ നിന്നും വിഴിഞ്ഞത്തേക്ക് പോകും. വിഴിഞ്ഞത്തെത്തിയ ശേഷം അദ്ദേഹം വിഴിഞ്ഞത്തെ തുറമുഖത്തിന്റെ ഓപ്പറേഷൻ സെന്ററിൽ ആദ്യം സന്ദർശനം നടത്തി അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും ബർത്തിലടക്കം അദ്ദേഹം സന്ദർശിച്ച കാര്യങ്ങൾ നിരീക്ഷിച്ച ശേഷമാണ് 11 മണിയോടുകൂടി രാജ്യാന്തര കണ്ടെയ്നർ ഷിപ്മെന്റ് ടെർമിനൽ രാജ്യത്തിന് സമർപ്പിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടികൾ നാളെ ഉള്ളതിനാൽ തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. നേരത്തെ ശ്രീ കാർത്തിക പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ നഗരത്തിലടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡുകൾ, അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നുപോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ബാരിക്കേഡുകൾ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഏതെങ്കിലും കാരണവശാൽ, നിലവിൽ അദ്ദേഹത്തിന്റെ യാത്ര ഹെലികോപ്റ്ററിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ തന്നെയും ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് റോഡ് മാർഗം ആക്കുന്നതിനുള്ള സൗകര്യങ്ങളുമുണ്ട്. അതിനാൽ തന്നെ പ്രധാനപ്പെട്ട റോഡ് ഒരെണ്ണം, നഗരത്തിൽ നിന്നും വിഴിഞ്ഞത്തേക്കുള്ള പ്രധാനപ്പെട്ട റോഡ് ഒരെണ്ണം ഒഴിച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതും ശക്തമായ സുരക്ഷാ കാവലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് അത് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, MSCയുടെ കൂറ്റൻ കപ്പൽ സെലിസ്റ്റീന മരിസ്ക നാളെ വിഴിഞ്ഞത്ത് എത്തുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം ആദ്യം എത്തുന്ന കപ്പൽ അതുതന്നെയായിരിക്കും. അതിനാൽ തന്നെ വലിയൊരു സ്വീകരണമാണ് കപ്പലിനടക്കം ഒരുക്കിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇന്ന് ഉച്ച മുതൽ വാഹന നിയന്ത്രണവും നാളെ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന വാഹന നിയന്ത്രണമാണ് തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ സുരക്ഷാ വലയത്തിൽ തന്നെയാണ് തലസ്ഥാനമുള്ളത്. കാരണം നമുക്കറിയാം, ഈ ബോംബ് ഭീഷണി അടക്കം ഉള്ളതിനാൽ തന്നെ പ്രധാനമന്ത്രിയുടെ വരവിൽ ശക്തമായ സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. NSC കമാൻഡോസിന്റെ ശക്തമായ സുരക്ഷാ വലയത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓരോ നീക്കവും ഉള്ളത്. ശരി രജിത്ത്, നാളെയാണ് വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് നടക്കുന്നതിനായി ഇന്ന് വൈകിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തും. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.